കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. കേരളത്തിലെ വിശ്വാസത്തിൽ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് എണ്ണ തേച്ച് കുളിച്ചാൽ. എന്താണ് എണ്ണ തേച്ച് കുളിച്ചാലുള്ള പരിഹാരം? പഴയ കാലത്തുമൊക്കെ ആൾക്കാർ കൊച്ചുകുട്ടികളാണെങ്കിലും വലുതായാലും എണ്ണ തലയിൽ വെച്ച് വേണം കുളിക്കാനെന്ന് പറയും. എണ്ണ തലയിൽ വെച്ച് കുളിച്ചാൽ, ഉച്ചിയിൽ വെച്ച് കുളിച്ചാൽ, ഉച്ചിയിലും അതുപോലെ പാദത്തിൻ്റെ താഴ്ഭാഗത്തും വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. എണ്ണ തേച്ച് തന്നെ വേണം ശരീരത്തെ ശുദ്ധമാക്കാൻ. അത് നമ്മൾ ശൗച്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നിത്യ ഉപാസനകൾ ചെയ്യുമ്പോഴും നിത്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടറിയാം. കാരണം അവരുടേതായിട്ടുള്ള നിത്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഉപാസനാ സമയത്ത് എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ലെന്നാണ്. ശരീരത്തിൽ എണ്ണമയം പുരളാൻ പാടില്ല. കാരണം അവൻ്റെ ശരീരത്തിലുള്ള ആ ഒരു സാന്നിധ്യത്തെ ആ പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിക്കുന്ന സമയമാണ് ഉപാസനാശക്തി ബലമെടുക്കുന്നത്. ഒരു ഉപാസന എടുക്കുമ്പോൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മൂർത്തിയെ ഉപാസിക്കുക, ഒരു ദേവതയെ ഉപാസിക്കുക, എന്തെങ്കിലും കാര്യങ്ങളെ ഉപാസിക്കുക, ഒരു പ്രാർത്ഥനാ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വരുമ്പോൾ എണ്ണ തേച്ച് കുളിക്കരുത്. ആ ഒരു ചൈതന്യാവസ്ഥ നമ്മുടെ ശരീരത്തിലുള്ള പവർ പ്രപഞ്ചവുമായിട്ട് ലയിച്ചു കഴിയുമ്പോഴാണ് ശരീരത്തിനും മനസ്സിനും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജ്യോതിഷൻ, വൈദ്യൻ, മാന്ത്രികൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ണുകൾക്കും മുഖത്തിനും ഒക്കെ ചെറിയ ചെറിയ പവറുകളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ നിത്യവും ഉപാസിക്കുക, നിത്യവും പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരു പള്ളിയിലച്ഛനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം, ഒരു രോഗമില്ലാത്തൊരവസ്ഥ. ഇപ്പം പള്ളിയിലച്ഛന് ഇന്ന് പനി ആയതുകൊണ്ട് പള്ളിയിൽ വരത്തില്ല, പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു തിരുമേനി മേൽശാന്തി പനിയാണ്, അല്ലെങ്കിൽ ഇന്ന് ദോഷ സമയമാണ്, അതുകൊണ്ട് ഇന്ന് മേൽശാന്തി ഇന്ന് പൂജിക്കുന്നില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത്യന്തം ഘട്ടം വരുമ്പോഴൊക്കെ ഇവർക്കൊക്കെ എന്തുണ്ടാവുള്ളൂ? രോഗം ഉണ്ടാവുള്ളൂ. അപ്പം രോഗപ്രതിരോധ ശക്തി, ജ്യോതിഷത്തിൽ പോലും പറയുന്ന രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും നല്ല വെളിച്ചെണ്ണ തേച്ച് കുളിക്കുക, എള്ളെണ്ണ സന്ധ്യാസമയത്ത് തേച്ച് കുളിക്കുക, സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം തേച്ച് കുളിക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെയല്ല, ഓരോരുത്തർക്കും, പുരുഷനും സ്ത്രീക്കും ഓരോ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ദിവസങ്ങൾ സ്ത്രീകൾ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ, നല്ല ദിവസങ്ങൾ നോക്കി സ്ത്രീകൾ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നല്ല മംഗല്യം ഉണ്ടാകുക, നല്ല ശരീര സുഗന്ധം ഉണ്ടാകുക. അത് തന്നെയുമല്ല, ഈ എണ്ണയിൽ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള ഔഷധദ്രവ്യങ്ങൾ ശാരീരികമായിട്ട് വ്യാപിച്ച് ആ ശരീരത്തിലെ ദുർഗന്ധങ്ങളും, അത് തന്നെയല്ല നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളെയും, ശരീരമാലിന്യങ്ങൾ, മനസ്സിൻ്റെ മാലിന്യമല്ല, ശരീരത്തിൻ്റെ മാലിന്യങ്ങളെ മാറ്റി ശരീരത്തിനൊരു ഓജസ്സും ശക്തിയും ഉണർവും ഒക്കെ ഉണ്ടാകാൻ എണ്ണ തേച്ച് കുളി ഏറ്റവും നല്ലതാണ്. പിന്നെ മനസ്സിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മനസ്സിൻ്റെ മാലിന്യം കളയാനാണ് നമ്മൾ കരുണാദയ. കരുണയ്ക്കും ദയയ്ക്കും രണ്ടർത്ഥമാണ്. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ എന്താ പറയുക, വിഷമങ്ങളെ കാണുന്നതിനും മറ്റു കാര്യത്തിനും കരുണ എന്ന് പറയും. ദയ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ദാനങ്ങളായിട്ട് ചെയ്യുന്നതിനാണ് ഒരു ദയ. എനിക്കൊരു ദയുണ്ട്, ഒരാളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നിർദ്ധനായ കുടുംബത്തിലെ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്കുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അതൊരു ദയയാണ്. കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മോക്ഷം കിട്ടുന്ന ഏറ്റവും വലിയ. അതിനാണ് കാരുണ്യവും ദയവും. ഓങ്കാര ശബ്ദം. അതുകൊണ്ടാണ് രാവിലെ എണ്ണ തേച്ച് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം 3 വട്ടമെങ്കിലും ശ്വാസം അത് ചമ്മറം പടഞ്ഞിരുന്നതിന് ശേഷം ഇടാപിങ്കള നാഡികൾ ശുദ്ധി ചെയ്യാനായിട്ട് നമ്മുടെ സൂക്ഷ്മമായിട്ട് നട്ടല് നൂർന്നിരുന്നതിന് ശേഷം ഓം 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 എന്ന് 3 പ്രാവശ്യം ഇങ്ങനെയല്ല ചൊല്ലുന്നത്. അത് ആ നീട്ടിയുള്ള ചൊല്ലലിൽ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ദുർഗന്ധം മനസ്സിൻ്റെ മാലിന്യം മാറിക്കിട്ടുക. അതിനാണ് പ്രാണായാമവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് എണ്ണ തേച്ച് കുളിയാണ്. എണ്ണ തേച്ച് കുളി ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ശരീരത്തിനുള്ളിലുള്ള നീർവീഴ്ചകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ജ്യോതിഷത്തിൽ തന്നെ പറയുന്ന, ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ജ്യോത്സ്യനോ മാന്ത്രികനോ ആകാൻ പറ്റുള്ളൂ. ആ ആരോഗ്യത ഉണ്ടാക്കിയെടുക്കാനും ശരീരം ഉണ്ടെങ്കിലേ മനസ്സ് ഉണ്ടാകും. പക്ഷേ ശരീരം കൂടെ മോശമായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ കണ്ണെത്തുന്നിടത്ത് കാതെത്തത്തില്ല, കാതെത്തുന്നിടത്ത് എന്നൊക്കെ പറയുന്ന പോലൊരു അവസ്ഥ ഉണ്ടാവും. അതിനാണ് എല്ലാ ദിവസവും നിത്യകർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിൽ പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ് എണ്ണ തേച്ച് കുളി എന്നുള്ളത്. അത് തന്നെയല്ല, വെളിച്ചെണ്ണ തേച്ച് കുളിച്ചാൽ ഒരു പകർച്ചവ്യാധികളും ഉണ്ടാകത്തില്ല. പകർച്ചവ്യാധിയെ തടയാനും നമ്മുടെ ശരീരത്തിലുള്ള
അവയവങ്ങളെ ഉത്തേജിപ്പിക്കാനും നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് വളർച്ച ഉണ്ടാകാനും വേണ്ടിയാണ് വെളിച്ചെണ്ണ തേച്ച് കുളിക്കണം. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ, പല രീതിയിലുള്ള ഔഷധങ്ങൾ കാണും, പല രീതിയിലുള്ള എണ്ണകൾ കാണും. അത് വൈദ്യൻ പറയുന്നതനുസരിച്ച് ചെയ്യുക. അത് കൊച്ചുകുട്ടികളെ എന്തിനാണ് എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത്? പിരിയൊക്കെ കൃത്യമാക്കാനും മൂക്കൊക്കെ കൃത്യമാക്കി നല്ലതായിട്ട് കുളിപ്പിക്കുക എന്ന് പറയും. പഴയ കാലത്ത് കുളിപ്പിക്കുക എന്ന് പറയും. ഇന്നും അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അതിന് ഓജസ്സും സൗന്ദര്യവും ഏറ്റവും കൂടുതലുണ്ടാവും എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ. സ്കിന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഒരു 70 വയസ്സുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ വെറും 40 വയസ്സ് തോന്നും. അതുപോലാണ് പിന്നെ വെളിച്ചെണ്ണയ്ക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. വെളിച്ചെണ്ണ അത്രയ്ക്ക് അത്യുഗ്രം. കാര്യം എന്താണെന്ന് വെച്ചാൽ പകർച്ചവ്യാധി ഒന്നും ഉണ്ടാകത്തില്ല. ഒരു രീതിയിലും പകർച്ചവ്യാധി അടുക്കാത്തൊരു സാധനമാണ് വെളിച്ചെണ്ണ. അത് തന്നെ നാളികേരം എന്ന് പറഞ്ഞാൽ തന്നെ അതല്ലേ. നാളികേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽപ്പവൃക്ഷമായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നാളികേരത്തിന് പല സ്വഭാവങ്ങളുണ്ട്. നാളികേരത്തിന് ജനിപ്പിക്കാൻ കഴിയും, മരിപ്പിക്കാൻ കഴിയും എന്നാണ് പറയപ്പെടുക. ഈ നാളികേരത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെങ്ങാണ്. ആ തെങ്ങിൻ്റെ പിന്നെ തടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെരയ്ക്ക് കഴുക്കോലിന് ഉപയോഗിക്കാം. തേങ്ങ എന്ത് ചെയ്യാൻ പറ്റും? അരച്ച് നമുക്ക് സമ്മന്തി ഉണ്ടാക്കാം. തേങ്ങയിലെ കൊപ്ര എന്ത് ചെയ്യാൻ പറ്റും? വെളിച്ചെണ്ണ ഉണ്ടാക്കാം. അതിലെ കൊതുമ്പുകളും മറ്റ് സാധനങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് അടുപ്പി വെച്ച് ചൂട്ടുണ്ടാക്കാം. അതിൻ്റെ ഓല എന്ത് ചെയ്യാൻ പറ്റും? ഓല മേഞ്ഞ് നമുക്ക് വീടുണ്ടാക്കാൻ പറ്റും. പിന്നെ വേറെ ഉണ്ട്, അതിൻ്റെ അകത്തെ പൊങ്ങുകൾ പല ദോഷമുള്ള നീർവീഴ്ചകൾക്കും ശ്വാസോച്ഛ്വാസ സംബന്ധമുള്ള ആൾക്കാർക്കും കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. 2 ലഹരി വരെ ഉണ്ടാക്കാൻ കഴിവുള്ള സാധനമാണ് ഈ തെങ്ങെന്ന് പറയുന്ന സാധനം. കള്ളുണ്ടാക്കത്തില്ലേ? കള്ളുണ്ടാക്കി ഉപയോഗിക്കത്തില്ലേ? കള്ള ഔഷധ ഗുണമായിട്ട് ഉപയോഗിക്കാം, ഗുണമല്ലാതെ ഉപയോഗിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എണ്ണ തേച്ച് കുളി, അതിൽ നിന്നും വരുന്ന എണ്ണ, ആ എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ രോഗദുരിതങ്ങളും വ്യാധിയും ഒക്കെ മാറി അന്നേ ദിവസം നല്ലൊരു ഊർജ്ജവും നല്ലൊരു പോസിറ്റീവ് എനർജിയും നന്മ ചെയ്യാൻ എല്ലാ കർമ്മങ്ങൾക്കും ഒരു അലസത മാറി നന്മയുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ നിർത്തുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.